ഇനി നമ്മൾ മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് അരമുറി സവാള അരിഞ്ഞതിട്ട് കൊടുക്കുക. ഉള്ളി നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 2 പട്ട പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ചെറുള്ളി 2 വെളുത്തുള്ളി ഒരു 3 ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഇത് ചതച്ചതാണ്. ഇത് നമുക്ക് അതിക്കിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പൊടികളുടെ മണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 2 മുട്ട പിഴിഞ്ഞത് തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ 4 കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട് ഒന്ന്. ഇനി നമുക്ക് ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.